സ്ക്രീനിൽ 3 ചോദ്യങ്ങൾ കാണുവാനായി സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇൻ്റഗ്രൽ 2 cos x minus 3 sin x divided by 6 cos x plus 4 sin x dx. ഞാൻ ഡിനോമിനേറ്ററിൽ നിന്ന് 2 അങ്ങ് ഔട്ട് സൈഡിലേക്ക് എടുത്തു. 2 cos x minus 3 sin x divided by 2 outside വന്നപ്പോൾ 3 cos x plus 2 sin x എന്ന് കിട്ടി. dx ആര് ഔട്ട് സൈഡിലേക്ക് എടുത്തിരിക്കുന്നു? 2 ഔട്ട് സൈഡിൽ എടുത്തിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കാം, 1/2 ഇൻ്റഗ്രൽ 2 cos x minus 3 sin x divided by 3 cos x plus 2 sin x dx. ശ്രദ്ധിച്ചേ, 3 cos എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ. അപ്പോൾ നോക്കൂ, 3 ഉണ്ട് cos എക്സ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, 2 ഉണ്ട് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ, യുവർ ആൻസർ ഈസ് 1/2 log of denominator 3 cos x plus 2 sin x plus c എന്നുള്ള ആൻസർ നമുക്ക് ലഭ്യമായി. ശ്രദ്ധിക്കാം, ഇൻ്റഗ്രൽ 2 cos x minus 3 sin x divided by 6 cos x plus 4 sin x. ആര് പുറത്തേക്ക് വന്നിരിക്കുന്നു? 2 പുറത്തേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ 3 cos x plus 2 sin x എന്ന് കിട്ടി. 1/2 പുറത്ത്. ഇൻ്റഗ്രൽ 2 cos x minus 3 sin x divided by 3 cos x plus 2 sin x എന്ന് കിട്ടി. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ന്യൂമറേറ്റർ? 3 ഉണ്ട് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, 2 ഉണ്ട് സൈൻ എക്സിൻ്റെ കോസ് എക്സ് അല്ലേ. സൈൻ എക്സിൻ്റെ കോസ് എക്സ് വന്നിരിക്കുന്നു, ഇവിടെ കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് വന്നിരിക്കുന്നു. 1/2 ഔട്ട് സൈഡ്, ലോഗ് ഓഫ് മോഡുലസ് ഡിനോമിനേറ്റർ പ്ലസ് സി എന്ന് കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. നമുക്കറിയാം ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഉള്ളതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഡെറിവേറ്റീവ് ഉള്ളതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ. Put sin inverse x equal to t. Sin inverse x ന്റെ ഡെറിവേറ്റീവ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു dt ബൈ dx എന്ന് കിട്ടി. ഇങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1/√1 മൈനസ് എക്സ് സ്ക്വയർ dx ഈക്വൽ ടു dt എന്ന് കിട്ടി അല്ലേ. 1/√1 മൈനസ് എക്സ് സ്ക്വയർ dx ഈക്വൽ ടു dt. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സിന് t, 1/√1 മൈനസ് എക്സ് സ്ക്വയർ dxന് dt എന്ന് കിട്ടി. t dt എന്ന് പറഞ്ഞാൽ t²/2 പ്ലസ് സി ആണ്. t dt എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയിരിക്കുന്നു? t dt ബിക്കംസ് t²/2 പ്ലസ് സി. അപ്പോൾ അവിടെ t എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? സൈൻ ഇൻവേഴ്സ് എക്സ് (2 പ്ലസ് സി. ടി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയിരിക്കുന്നു? സൈൻ ഇൻവേഴ്സ് എക്സ് (2 പ്ലസ് സി എന്നുള്ള ആൻസർ നമുക്ക് ലഭ്യമായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാക്കാം. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ 7 മൈനസ് 4x dx. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ 7 മൈനസ് 4x dx സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ഇതാണ്, സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ്. അപ്പോൾ ടാൻ എക്സിൻ്റെ അവിടെ 7 മൈനസ് 4x ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് 7ൻ്റെ 0 ആണ്, 7ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. -4xൻ്റെ -4 അത് ഡിനോമിനേറ്ററിൽ വരും, -4 പ്ലസ് സി. ഇതാണ് ആൻസർ വരിക. -1/4 ടാൻ 7 മൈനസ് 4x പ്ലസ് സി എന്നാണ് ഡയറക്റ്റ് മെത്തേഡ് വരിക. ഡിഫറൻസിയേഷനിൽ നമ്മൾ ഇൻറ്റു ആണ് ചെയ്യാറ് അല്ലേ. സൈൻ 2x കോസ് 2x ഇൻറ്റു 2 എന്ന് വരും. ഇൻ്റഗ്രേഷനിൽ ഇൻറ്റു 2 വരാം. ആ 2xൻ്റെ 2 ആയിരുന്നു, അതിന് പകരം അത് ഡിവിഷൻ 2 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ സീക്ക് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ ടാൻ എക്സ് ആണ് അല്ലേ. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് dx ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി. അപ്പോൾ ടാൻ 7 മൈനസ് 4x, 7ൻ്റെ 0 -4xൻ്റെ -4 അത് ഡിനോമിനേറ്ററിലാണ് വരിക. അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ബ്രാക്കറ്റിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ. Put 7 minus 4x equal to t, 7ൻ്റെ 0 -4 × 1 dt by dx അല്ലെ. dx മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ -4 dx ഈക്വൽ ടു dt, dx ഈക്വൽ ടു -dt/4. അപ്പോൾ dxൻ്റെ മാത്രം മാറാൻ പാടുള്ളൂ. -dt/4 -1/4 സീക്ക് സ്ക്വയർ 7 - 4 സീക്ക് സ്ക്വയർ t dt. അതായത് ഡി എക്സ് എന്ന് പറഞ്ഞാൽ -dt/4 -1/4 പുറത്ത്. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ ടി ഡി ടി -1/4 ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ ടാൻ ടി പ്ലസ് സി ആണ്. യുവർ ആൻസർ ഈസ് -1/4 ടാൻ. ടിയുടെ അവിടെ ആര് വരും? ടിയുടെ അവിടെ 7 - 4x എന്ന് വരും.
ടിയുടെ അവിടെ 7 - 4x പ്ലസ് സി. യുവർ ഫൈനൽ ആൻസർ ഈസ് -1/4 tan 7 - 4x പ്ലസ് സി എന്നുള്ള ആൻസർ നമുക്ക് ലഭ്യമായി. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 രീതിയുണ്ട്. ആ 2 രീതി നമ്മൾ എടുത്തു. ഓരോ കണക്കിനും ഓരോ സ്വഭാവമാണ്. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഡിനോമിനേറ്ററിൽ നിന്നും ആര് പുറത്തേക്ക് എടുത്തു? 2 പുറത്തേക്ക് എടുത്തപ്പോൾ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എന്നുള്ള ആൻസർ നമുക്ക് ലഭ്യമായി. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്യാം, ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. ഡയറക്റ്റ് ചെയ്യുന്നതാണ് എളുപ്പം. മനസ്സിൽ വരേണ്ടത് ഡിഫറൻസിയേഷനിലൊക്കെ ഇൻറ്റു ആണെങ്കിൽ ഇൻ്റഗ്രേഷനിൽ ഡിവിഷൻ ആണ് വരിക. അതായത് 6² 7 - 4x dx becomes tan 7 - 4x ഡിവൈഡഡ് ബൈ എന്ത് വരും? -4 എന്ന് വരും. 7ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. -4 × x-ൻ്റെ 1 ആണ് -4. അതായത് tan 7 - 4x ബൈ -4 പ്ലസ് സി എന്ന് കിട്ടി. അതായത് -1/4 tan 7 - 4x പ്ലസ് സി എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. ഫൈൻ ഇൻ്റഗ്രൽ 1/1 പ്ലസ് tan x dx എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. ഫൈൻ ഇൻ്റഗ്രൽ 1/1 പ്ലസ് tan x dx. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ 1/1 പ്ലസ് tan xനെ sin x ബൈ cos x dx. ഇതിങ്ങോട്ട് കയറി വരുന്നു. 1/cos x പ്ലസ് sin x ഡിവൈഡഡ് ബൈ cos x dx. cos x ഇങ്ങോട്ടെത്തി. ഇൻ്റഗ്രൽ cos x ഡിവൈഡഡ് ബൈ cos x പ്ലസ് sin x dx. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ ടേം കൂടുതലാണ്, ന്യൂമറേറ്ററിൽ കുറവുമാണ് അല്ലേ. ഡിനോമിനേറ്ററിൽ ടേം 2 ടേം ഉണ്ട്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെയും ഒരു ഷോർട്ട് കട്ട് ടിപ്പ് ഉണ്ട്. ഡിനോമിനേറ്റർ 2 ടേമാണ് ഉള്ളതെങ്കിൽ ഇനി അടുത്ത അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ന്യൂമറേറ്ററിൽ അതിൻ്റെ ഇരട്ടി ടേംസ് ഉണ്ടായിരിക്കും. ന്യൂമറേറ്ററിൽ അതിൻ്റെ ഇരട്ടി ടേംസ് ഇവിടെ 2 അല്ലേ വരിക അല്ലേ. ഡിനോമിനേറ്ററിൽ 2 ടേം ആണെങ്കിൽ അപ്പോൾ ന്യൂമറേറ്ററിൽ എത്ര ഉണ്ടായിരിക്കും? 4 ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വരെ എല്ലാ കുട്ടികളും ചെയ്യും. ഇനി അങ്ങോട്ടാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിനോമിനേറ്റർ അങ്ങ് വരച്ചു. cos x പ്ലസ് sin x അങ്ങ് എഴുതി. ഇനി ഇതിൻ്റെ കോപ്പി പേസ്റ്റ് ഇവിടെ എടുക്കാം. cos x പ്ലസ് sin x പ്ലസ് എന്ത് ചെയ്യുക? പ്ലസ് cos x മൈനസ് sin x dx അല്ലേ. 4 ടേം ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് ഇവിടെ sin x വരാൻ പാടില്ല. cos x ഇതിൻ്റെ കോപ്പി പേസ്റ്റ് എടുത്തു അല്ലേ. ഇതങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്തു ഇവിടെ. പക്ഷെ ഇവിടെ sin x വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് sin x എന്നെടുത്തത്. cos x പ്ലസ് sin x എടുത്താൽ ഇനി അതിൻ്റെ എന്തെഴുതും? cos x മൈനസ് sin x എന്ന് എഴുതും. sin x ഉം മൈനസ് sin x ഉം ക്യാൻസൽ ചെയ്താൽ എബോ സ്റ്റെപ്പിന് ഒരു മാറ്റവും വരാൻ പാടില്ലേ. cos x ഉം cos x എന്താ? 2 cos x ആണല്ലേ. അപ്പോൾ ബാലൻസിങ്ങിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു 1/2 ചേർത്തു അല്ലേ. കറക്റ്റ് ആയില്ലേ. ഇപ്പോൾ ഈ 2 സ്റ്റെപ്പ് ഒന്ന് തന്നെയാണ് മക്കളെ. നോക്കിയേ, sin x ഉം മൈനസ് sin x ഉം ക്യാൻസൽ. cos x ഉം cos x ഉം എന്താ? 2 cos x. പുറത്ത് എന്തിട്ട് വെച്ചിരിക്കുക? 1/2 എന്ന് വെച്ചിരിക്കുകയാണ് അല്ലേ. പുറത്ത് 1/2 എന്ന് വെച്ചിരിക്കുകയാണ്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതുമാണ്. ഡിനോമിനേറ്ററിൽ 2 ടേം ആണെങ്കിൽ ന്യൂമറേറ്ററിൽ അപ്പോൾ 4 ടേംസ് വരും. ഇത് കോപ്പി പേസ്റ്റ് ചെയ്തു. പ്ലസ് ഇവിടെ sin x വരാൻ പാടില്ല എന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് cos x മൈനസ് sin x എന്ന് എഴുതി. അപ്പോൾ ഈ cos x ഉം cos x ആഡ് ചെയ്ത് 2 cos x ആണ്. ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 ചേർത്തു. അത് മറക്കരുത്. ഇനി സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ 1/2 കോമൺ ആണ്. ഇൻ്റഗ്രൽ സെപ്പറേഷൻ ചെയ്ത് നോക്കി. ഇൻ്റഗ്രൽ cos x പ്ലസ് sin x ഡിവൈഡഡ് ബൈ cos x പ്ലസ് sin x dx അല്ലേ. സെപ്പറേറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ cos x പ്ലസ് sin x ഡിവൈഡ് ബൈ cos x പ്ലസ് sin x dx പ്ലസ് ഇൻ്റഗ്രൽ എന്ത് വന്നു? പ്ലസ് ഇൻ്റഗ്രൽ cos x മൈനസ് sin x ഡിവൈഡ് ബൈ cos x മൈനസ് sin x ഡിവൈഡ് ബൈ cos x പ്ലസ് sin x എന്ന് കിട്ടി. cos x പ്ലസ് sin x dx എന്ന് കിട്ടി. ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. ഇതേ ബൈ ഇത് പ്ലസ് ഇതേ ബൈ ഇത് അല്ലേ. സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. 1/2 എന്തായിരിക്കും ആൻസർ? ഇതങ്ങ് ക്യാൻസലായി. ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് പ്ലസ് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ. cos എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് sin x, sin എക്സിൻ്റെ ഡെറിവേറ്റീവ് cos x, ലോഗ് ഓഫ് മോഡുലസ് ഡിനോമിനേറ്റർ. ലോഗ് മോഡുലസ് cos x പ്ലസ് sin x പ്ലസ് സി എന്നുള്ള ആൻസറാണ്
നമുക്കിവിടെ ലഭ്യമായത്. അപ്പോൾ 1/2 കോമൺ ആണ്. അവിടെ ആദ്യത്തെ ടേം കട്ടായിപ്പോയി അല്ലേ, കോസ് എക്സ് പ്ലസ് സൈൻ എക്സും കോസ് എക്സ് പ്ലസ് സൈൻ എക്സും ക്യാൻസൽ. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, ലോഗ് ഓഫ് മോഡുലസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സി എന്ന് കിട്ടി. ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇൻ്റഗ്രൽ 1/1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1/1 പ്ലസ് ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതി. ഈ കോസ് എക്സ് ഇങ്ങോട്ട് പോയി 1 കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതി. അപ്പോൾ ഇൻ്റഗ്രൽ കോസ് എക്സ് മുകളിലേക്ക് എത്തി. കോസ് എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതി. ഇവിടെ ഒരു ടേമും ഇവിടെ 2 ടേമും. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് റൂൾ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ എത്ര ടേമാണോ അതിൻ്റെ ഇരട്ടി എഴുതണം. ഇപ്പോൾ 2 എന്നുള്ളത് 4 ആക്കി എഴുതണം. ഇത് കോപ്പി പേസ്റ്റ് എഴുതി. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ക്യാൻസലായി പോകുന്നതിൻ്റെ ഭാഗമായി കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, കോസ് എക്സും ആഡ് ചെയ്താൽ 2 കോസ് എക്സ് ആണ്. ഈ കോസ് എക്സ് ലഭ്യമാകുന്നതിന് വേണ്ടി പുറത്ത് 1/2 ചേർത്തിട്ട് ഇവിടെ സെപ്പറേഷൻ കൊടുത്തു. 1/2 ഇൻ്റഗ്രൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 1/2. ഇത് കട്ടായി. ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് പ്ലസ് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്റർ എങ്കിൽ ആൻസർ ഈസ് ആൾവേസ് ലോഗ് ഓഫ് മോഡുലസ് ഡിനോമിനേറ്റർ പ്ലസ് സി എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഫൈൻ ഇൻ്റഗ്രൽ 1/1 മൈനസ് ടാൻ എക്സ് ഡി എക്സ് എങ്ങനെ കൈകാര്യം ചെയ്യാം? ഇതുപോലെ തന്നെ എഴുതാം. ഇൻ്റഗ്രൽ 1/1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡി എക്സ്. കോസ് എക്സ് ഇങ്ങോട്ടും അപ്പോൾ മുകളിലേക്ക് ചെല്ലും അല്ലേ, കോസ് എക്സ് മുകളിലേക്ക് എത്തും. ഡിവൈഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടാവും, ഡിനോമിനേറ്റർ 2 ടേം അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ ആദ്യം എഴുതി കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, സെയിം പ്രൊസീജിയർ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? കോപ്പി പേസ്റ്റ്. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് ഇവിടെ കോസ് എക്സിനെ വരാൻ പാടുള്ളൂ, മൈനസ് സൈൻ എക്സ് റിമൂവ് ആവണം. അപ്പോൾ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതി. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. മൈനസ് സൈൻ എക്സ് ആൻഡ് പ്ലസ് സൈൻ എക്സ് ക്യാൻസൽ. കോസ് എക്സും 2 കോസ് എക്സ്. ഇവിടെ ഒരു 1/2 ചേർത്തു. ഇനി സെപ്പറേറ്റ് ചെയ്യാം അല്ലേ. 1/2 ഇൻ്റഗ്രൽ നേരത്തെ ചെയ്ത പോലെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ എന്ത് കിട്ടി? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ നോക്കി അവിടെ കട്ട് ചെയ്യുക. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ക്യാൻസൽ. ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് അല്ലേ ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ്. ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സും സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സുമാണ്. അപ്പോൾ ഒരു നെഗറ്റീവിൻ്റെ പ്രശ്നമുണ്ട് അല്ലേ. ഇവിടെയൊക്കെ ഒരു നെഗറ്റീവിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സും സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സും ആണ്. പക്ഷേ ഇവിടെ ഒരു മൈനസ് ആണ്. അപ്പോൾ ഈ പ്ലസ് അങ്ങ് മാറ്റി എന്താക്കിയാൽ മതി? ഇവിടെ മൈനസ് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് എഴുതിയാൽ മതി. മൈനസ് ലോഗ് ഓഫ് മോഡുലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് സി എന്ന് എഴുതിയാൽ മതി. ഒരു നെഗറ്റീവിൻ്റെ പ്രശ്നം അവിടെ ഉണ്ട്. ശ്രദ്ധിക്കുക മക്കളെ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സാണ് വരേണ്ടത്, പക്ഷേ ഇവിടെ പ്ലസ് ആണ്. ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് സൈൻ എക്സ്, അപ്പോൾ മൈനസ് കോസ് എക്സ് എന്നാണ് വരിക. ഇവിടെ പ്ലസ് കോസ് എക്സ് എന്നാണ്. അപ്പോൾ ഈ മെയിൻ സൈൻ പ്ലസ് അങ്ങ് മാറി എന്താക്കുക? മൈനസ് ആക്കുക. എന്നിട്ട് കറക്റ്റാണ്, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്റർ. ആൻസർ ഈസ് ലോഗ് ഓഫ് മോഡുലസ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. യുവർ ഫൈനൽ ആൻസർ ഈസ് 1/2 ഇൻറ്റു എക്സ് മൈനസ് ലോഗ് മോഡുലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് സി എന്നുള്ള ഫൈനൽ ആൻസറിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ എടുക്കുമ്പോൾ നെഗറ്റീവിൻ്റെ പ്രോബ്ലംസ് വരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്ലസ് സൈൻ അങ്ങ് മാറ്റിക്കൊടുത്താൽ മതി. അവിടെ മൈനസ് ആകുമ്പോൾ ഇത് ബാലൻസിങ് ആവും. നിങ്ങളുടെ ആൻസർ ശരി ഉത്തരമാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 1/1 പ്ലസ് കോട്ടെക്സ് ഡി എക്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ്റഗ്രൽ 1/1 പ്ലസ് കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ഡി എക്സ്. സൈൻ എക്സ് ഇങ്ങോട്ട് കയറി വരികയും സൈൻ എക്സ് എവിടെ പോവും? മുകളിലേക്ക് പോവുകയും ചെയ്യും അല്ലേ. ഇൻ്റഗ്രൽ എന്ത് കിട്ടി? സൈൻ എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടി. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ 2 ടേം, അപ്പം ന്യൂമറേറ്ററിൽ 4 ടേം ഉണ്ടാവണം അല്ലേ. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഇവിടെ എന്ത് വരും? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ആര് വരാൻ പാടില്ല? അവിടെ
ഈ കോസ് എക്സ് ഉണ്ടാവാൻ പാടില്ല. പ്ലസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് സൈൻ എക്സും 2 സൈൻ എക്സ് അല്ലേ, ഇവിടെ സൈൻ എക്സ് വരാൻ പാടുള്ളൂ. 1/2 സെപ്പറേഷൻ ചെയ്യണം അല്ലേ. ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? യുവർ ആൻസർ ഈസ് 1/2. ഇവിടെ ക്യാൻസലായി അല്ലേ. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്. ആരുടെ പ്രശ്നമുണ്ട്? നെഗറ്റീവിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ മൈനസ് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി എന്നുള്ള ആൻസർ നമുക്ക് ലഭ്യമാകും. ശ്രദ്ധിക്കുക മക്കളെ, ഈ പ്ലസ് സൈൻ മാറി എന്തായി? മൈനസ് ആയി. കാരണം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അവിടെ ഒരു നെഗറ്റീവിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. ആയതിനാൽ പ്ലസ് മാറി മൈനസ് എന്ന് എഴുതിയാൽ മതി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ എന്താണ് കുഴപ്പമെന്ന് നോക്കൂ. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ്. 1ൻ്റെ ഡെറിവേറ്റീവ് 0, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അവിടെയും ഒരു നെഗറ്റീവിൻ്റെ പ്രശ്നമാണ്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്റർ എങ്കിൽ, മൈനസിൻ്റെയാണ് പ്രശ്നമെങ്കിൽ ആൻസർ മൈനസ് ലോഗ് ഓഫ് മോഡുലസ് ഡിനോമിനേറ്റർ പ്ലസ് സി. ദിസ് ഈസ് ദ ആൻസർ. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. 1ൻ്റെ ഡെറിവേറ്റീവ് 0, കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ് വരേണ്ടത്. പക്ഷെ അവിടെ മൈനസ് സൈൻ എക്സിന് പകരം പ്ലസ് സൈൻ എക്സ് ആണ് വന്നത്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണ് ന്യൂമറേറ്റർ, പക്ഷെ നെഗറ്റീവിൻ്റെ പ്രോബ്ലം ഉള്ളതിനാൽ ഇവിടെ ആൻസറിനകത്ത് നെഗറ്റീവ് എന്നിടുകയും ലോഗ് ഓഫ് മോഡുലസ് ഡിനോമിനേറ്റർ പ്ലസ് സി എന്നിട്ട് ആൻസർ നമ്മൾ അവസാനിപ്പിക്കാനുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി എടുക്കാം. Another question, find integral x cube minus 1 whole raised to 1/3 x raised to 5 dx. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ എക്സ് ക്യൂബ് എന്നൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ എക്സ് റേസ് ടു 5നെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യാം. യുവർ ആൻസർ ഈസ് ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് 1 ഹോൾ റേസ് ടു 1/3 എക്സ് റേസ് ടു 5നെ 2 ബ്രാഞ്ചാക്കി മാറ്റാണ് കേട്ടോ. എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാക്കി മാറ്റി. കാരണം അതെന്തുകൊണ്ട് അങ്ങനെ മാറ്റിയെന്ന് വെച്ചാൽ ഒന്നിവിടെ എക്സ് ക്യൂബ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 3x² ആണ് കിട്ടുക. അപ്പോൾ അതും മാറിപ്പോണം. അപ്പോൾ എക്സ് റേസ് ടു 5ന് ഇവിടെ എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്നാക്കി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇവിടെ എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു ടി. എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു ടി. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². 1ൻ്റെ 0, ടിയുടെ ഡി ടി ബൈ ഡി എക്സ്. എക്സ് ക്യൂബിൻ്റെ 3x², 1ൻ്റെ 0, ഡി ടി ബൈ ഡി എക്സ്. അപ്പോൾ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ 3 എന്ന് കിട്ടി അല്ലേ. എക്സ് സ്ക്വയർ ഡി എക്സ് അങ്ങ് മാറും. അപ്പോൾ ഇവിടെ ഈ എക്സ് ക്യൂബ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു ടി ആണെങ്കിൽ എക്സ് ക്യൂബ് ഈക്വൽ ടു ടി പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയായി? ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് 1ന് ടി, ടി റേസ് ടു 1/3 എക്സ് ക്യൂബിന് ടി പ്ലസ് 1 എക്സ് സ്ക്വയർ ഡി എക്സിന് ഡി ടി ബൈ 3 എന്നായി. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 1/3 പുറത്ത് ഇൻ്റഗ്രൽ ഇതിങ്ങോട്ട് വരുമ്പോൾ ടി റേസ് ടു 1/3 പ്ലസ് 1 ആണല്ലോ. ഇവിടെ 1/3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 4/3 എന്ന് കിട്ടി അല്ലേ. ടി റേസ് ടു 1/3 പ്ലസ് 1. അടുത്ത് ടി റേസ് ടു എന്ത് കിട്ടി? 1/3 തന്നെയാണ്. പ്ലസ് ടി റേസ് ടു 1/3 ഡി ടി എന്ന് കിട്ടി. 1/3 പുറത്ത് ടി റേസ് ടു 4/3നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു 4/3 പ്ലസ് 1. അപ്പോൾ എന്ത് കിട്ടി? ടി റേസ് ടു 4/3 പ്ലസ് 1. 4/3 പ്ലസ് 1, 3 അങ്ങോട്ട് പോലെ ടി റേസ് ടു 7/3 ബൈ 7/3 പ്ലസ് ടി റേസ് ടു 1/3 പ്ലസ് 1. 1/3 പ്ലസ് 1 എന്താ? 4/3 ബൈ 4/3 പ്ലസ് സി എന്ന് കിട്ടി. ഭംഗിയാക്കുമ്പോൾ 1/3 ഇങ്ങോട്ട് എടുത്തു. 1/3 ഇൻറ്റു 7/3 എന്ന് പറഞ്ഞാൽ 3/7 ടി റേസ് ടു 7/3 പ്ലസ് 1/3 ഇങ്ങോട്ട് ചെയ്യുന്നു. 1/3 ഇൻറ്റു 3/4. 4/3 becomes 3/4. ടി റേസ് ടു 3/4 പ്ലസ് സി. 3 ക്യാൻസൽ. 1/7 ടിയുടെ പ്ലേസിൽ ആരെ കൊടുക്കണം? ടി ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 1. 1/7 എക്സ് ക്യൂബ് മൈനസ് 1 ഹോൾ റേസ് ടു 7/3. 3 ക്യാൻസൽ. 1/4
എക്സ് ക്യൂബ് മൈനസ് 1 ഹോൾ റേസ് ടു എന്താണ് കിട്ടുക ടി റേസ് ടു 4/3 അല്ലേ. ടി റേസ് ടു 4/3 ആണ്. ടി റേസ് ടു 4/3 പ്ലസ് സി എന്ന് കിട്ടി. അതായത് യുവർ ആൻസർ ഈസ്, ശ്രദ്ധിക്കാം, യുവർ ആൻസർ ഈസ് ഇവിടെ എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു ടി, എക്സ് ക്യൂബ് ഈക്വൽ ടു ടി പ്ലസ് 1. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² ഈക്വൽ ടു dt/dx. അവിടെ x²dx ആണ് റിമൂവ് ആവേണ്ടത്. x²dx ഈക്വൽ ടു dt/3, x²dx ഈക്വൽ ടു dt/3. അപ്പോൾ അവിടെ എന്ത് വന്നു? അവിടെ എക്സ് ക്യൂബ് മൈനസ് 1 ടി റേസ് ടു 1/3 ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ടി പ്ലസ് 1 dt/3. ഇങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോൾ 1/3 ഔട്ട്സൈഡ്, ഇൻ്റഗ്രൽ ടി റേസ് ടു 4/3 പ്ലസ് ടി റേസ് ടു 1/3 dt, 1/3 ടി റേസ് ടു 4/3 പ്ലസ് 1/4/3 പ്ലസ് 1 ടി റേസ് ടു 7/3/7/3 പ്ലസ് ടി റേസ് ടു 4/3/4/3 പ്ലസ് സി 1/3 ടേക്കിംഗ് റെസിപ്രോക്കൽ 3/7 ടി റേസ് ടു 7/3 പ്ലസ് 1/3 4/3 3/4 ടി റേസ് ടു ആരായി? ടി റേസ് ടു ആരാണ് അവിടെ വരിക? 4/3 തന്നെ വരും. ടി റേസ് ടു 4/3 പ്ലസ് സി, ആ 3 ക്യാൻസൽ, 1/7 ടിയുടെ പ്ലേസിൽ എക്സ് ക്യൂബ് മൈനസ് 1 ഹോൾ റേസ് ടു 7/3 പ്ലസ് 1/4 എക്സ് ക്യൂബ് മൈനസ് 1 ഹോൾ റേസ് ടു 4/3 പ്ലസ് സി എന്നുള്ള ആൻസർ നമുക്ക് ലഭ്യമായി. വൺസ് അഗൈൻ ഇവിടെ ശ്രദ്ധിക്കുക, ടിയുടെ അവിടെ എന്ത് വരുന്നു? എക്സ് ക്യൂബ് മൈനസ് 1 എന്നാവുന്നു. എക്സ് ക്യൂബ് മൈനസ് 1 ഹോൾ റേസ് ടു 7/3, എക്സ് ക്യൂബ് മൈനസ് 1 ഹോൾ റേസ് ടു 4/3. ഞാൻ ആദ്യം ഇവിടെ എഴുതിയത് 3/4 എന്നാണ്. അവിടെ എന്താണ് എഴുതേണ്ടത്? 4/3 എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻ ഇൻ്റഗ്രൽ 1/cos² x ഇൻറ്റു 1 - tan x ഹോൾ സ്ക്വയർ dx. അപ്പോൾ നമുക്ക് എഴുതാം 1/cos² x. 1/cos² x sec² x ഡിവൈഡഡ് ബൈ 1 - tan x ഹോൾ സ്ക്വയർ dx. അപ്പോൾ ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? നമ്മൾ 1 - tan x-ന് ടി എന്ന് കൊടുത്തു. 1 - tan x ഈക്വൽ ടു ടി, 1 0 tan x-ൻ്റെ sec² x ഈക്വൽ ടു dt/dx. നമുക്ക് ന്യൂമറേറ്റർ മാറേണ്ടത് sec² dx ആണ് അല്ലേ. sec² x dx ആണ്. അപ്പോൾ sec² x dx ഈക്വൽ ടു മൈനസ് dt എന്നാവും. യുവർ ആൻസർ ഈസ് മൈനസ് dt ഡിവൈഡഡ് ബൈ t² എന്നാവും. ഈക്വൽ ടു മൈനസ് പുറത്ത് ടി റേസ് ടു -2 dt. ടി റേസ് ടു -2 dt എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഈക്വൽ ടു മൈനസ് ടി റേസ് ടു -2 പ്ലസ് 1 -1/-1 പ്ലസ് സി. നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് 1/t പ്ലസ് സി. യുവർ ആൻസർ ഈസ് 1/t. ടി ആരാണ്? 1 - tan x പ്ലസ് സി എന്നാണ് നമുക്ക് ആൻസർ ലഭിക്കുക. 1/1 - tan x പ്ലസ് സി എന്നുള്ള ആൻസർ ലഭ്യമായി. 1/cos² x എന്ന് പറഞ്ഞാൽ sec² x. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ആൻസറിലേക്ക് എത്തി. യുവർ ഫൈനൽ ആൻസർ ഈസ് 1/1 - tan x പ്ലസ് സി. അടുത്ത എന്താണ്? ഇൻ്റഗ്രൽ എക്സ് റൂട്ട് ഓഫ് 1 + 2x² dx. നമുക്കറിയാം റൂട്ടിനകത്തുള്ള ആളെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. 1 + 2x² ഈക്വൽ ടു ടി, 1 0 2 ഇൻറ്റു x²ന് 2x dt/dx. അപ്പോൾ എന്ത് കിട്ടി? 4x എന്ന് കിട്ടി. ക്രോസ് ചെയ്തു 4x dx ഈക്വൽ ടു dt. അവിടെ മാറേണ്ടത് x dx ആണ്. അപ്പോൾ x dx ഈക്വൽ ടു dt/4. x dx ആണ് മാറേണ്ടത്. dt/4 എന്ന് കിട്ടി. യുവർ ആൻസർ ഈസ് x dx മാറണം dt/4. അപ്പോൾ റൂട്ട് ടി x dx dt/4, 1/4 പുറത്ത് dt 1/4 റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1/2 dt 1/4 ടി റേസ് ടു 1/2 പ്ലസ് 1 3/2 പ്ലസ് സി എന്ന് കിട്ടി അല്ലേ. 1/2 പ്ലസ് 1 3/2. യുവർ ആൻസർ ഈസ് 1/4 ഇൻറ്റു 3/2 2/3 ടി റേസ് ടു 3/2 പ്ലസ് സി. 2 4 2 ടൈംസ് 1/6 ടിയുടെ പ്ലേസിൽ ആര് വരും? 1/6 ടിയുടെ പ്ലേസിൽ 1 + 2x² എന്ന് വരും. ഹോൾ റേസ് ടു 3/2 പ്ലസ് സി എന്നുള്ള ആൻസറാണ് നമുക്കവിടെ ലഭ്യമായത്. ശ്രദ്ധിക്കുക, അവിടെ മാറേണ്ടത് x dx ആയിരുന്നു. അപ്പോൾ dt/4. ബാക്കിയൊക്കെ ആസ് യൂഷ്വൽ ആണ് അല്ലേ. x dx എന്ന് പറഞ്ഞാൽ dt/4 1/4. ഇത് റൂട്ട് ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1/2 ആണ്. 1/2 പ്ലസ് 1 ടി റേസ് ടു 3/2/3/2 ടേക്കിംഗ് റെസിപ്രോക്കൽ 1/4 ഇൻറ്റു 2/3 ടി റേസ് ടു 3/2 1/6 ഇൻറ്റു 1 + 2x² ഹോൾ റേസ് ടു 3/2 പ്ലസ് സി ഈസ് ദ final answer.